വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നടൻ ദിലീപിനെ കൊച്ചിയിലും തൊടുപുഴയിലും എത്തിച്ച് തെളിവെടുത്തു. നടിയെ ആക്രമിക്കാൻ പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിലാണ് തെളിവെടുത്തത്. കൂകുവിളിയും കരിങ്കൊടി കാണിച്ചുമായിരുന്നു ജനങ്ങൾ ജനപ്രിയ നായകനെ വരവേറ്റത്. 2 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ ദിലീപിനെ പോലീസ് ആദ്യം ശാന്തിഗിരി കോളേജിന് സമീപത്തുള്ള ലൊക്കേഷനിലേക്കാണ് കൊണ്ടുപോയത്. 2016 നവംബറിൽ ജോർജേട്ടൻ സ്പൂരം എന്ന ചിത്രത്തിന്റെ രംഗങ്ങൾ ചിത്രീകരിച്ച ചാപ്പലിലായിരുന്നു തെളിവെടുപ്പ്. പൾസർ സുനിയുമായി ദിലീപ് ഇവിടെയും ഗൂഢാലോചന നടത്തിയിരുന്നു. ജനരോഷം ഭയന്ന് ദിലീപിനെ വാഹനത്തിൽ നിന്ന് ഇറക്കാതെയായിരുന്നു തെളിവെടുപ്പ്. കൂകി വിളിച്ചും കരിങ്കൊടി കാണിച്ചുമായിരുന്നു ജനപ്രിയ നായകനെ ജനങ്ങൾ വരവേറ്റത്. പത്ത് മിനിറ്റ് മാത്രം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് തോപ്പുംപടിയിലെ സ്വിഫ്റ്റ് ജംഗ്ഷനിലേക്ക്. 2016 നവംബർ 8 ഇവിടെ വെച്ചും പൾസർ സുനിയെ ദിലീപ് കണ്ടു. പിന്നീട് കൃത്യത്തിന് ആദ്യം ഗൂഢാലോചന നടത്തിയ കൊച്ചിയിലെ അബാദ് പ്ലാസയിലേക്ക്. 2013 നവംബർ 26 ഫെബ്രുവരി 7 ഈ ഹോട്ടലിൽ അമ്മയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് താമസിക്കുമ്പോഴായിരുന്നു ഗൂഢാലോചന. പൾസർ സുനിയും ഹോട്ടലിൽ എത്തിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഹോട്ടലിലെ 410 നമ്പർ മുറിയിലായിരുന്നു ദിലീപും സുനിയും കൃത്യത്തിനായുള്ള കരുക്കൾ നീക്കിയത്. ദിലീപിനെ ഹോട്ടലിൽ ഇറക്കി തെളിവെടുത്ത ശേഷം ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചു. ഹോട്ടലിന് പുറത്ത് വലിയ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയിരുന്നത്. ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. 1 മണിക്കൂറിലേറെ റോഡ് ഗതാഗതവും സ്തംഭിച്ചു. അന്വേഷണ ഘട്ടത്തിലെല്ലാം ചിരിക്കുന്ന മുഖത്തോടെ നേരിട്ട ദിലീപ് ഇത്തവണ ദേഷ്യഭാവത്തോടെയായിരുന്നു കാണപ്പെട്ടത്. നാളെ ദിലീപിനെ തൃശൂരിൽ സിനിമാ ലൊക്കേഷനിലും എത്തിച്ച് തെളിവെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപ് രൂപീകരിച്ച ഫിയോക് എന്ന സംഘടനയുടെ തലപ്പത്ത് ഇനി ആന്റണി പെരുമ്പാവൂർ. കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രസിഡന്റായി ദിലീപിന് പകരം ആന്റണി പെരുമ്പാവൂരിനെ തെരഞ്ഞെടുത്തത്. അതേസമയം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. വെള്ളിയാഴ്ച കൊച്ചിയിൽ അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നുണ്ട്. കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള ഫിയോക്കിന്റെ പ്രസിഡന്റായി ആന്റണി പെരുമ്പാവൂരിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ പ്രസിഡന്റായിരുന്ന ദിലീപിനെയും ദിലീപിന്റെ പേരിലുള്ള ഡി സിനിമാസിനെയും സംഘടന വിലക്കില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തങ്ങൾ വ്യക്തികൾക്കല്ല സ്ഥാപനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടന വ്യക്തമാക്കി. അല്ല, ഇത് ഇന്നത്തെ പ്രസിഡന്റ് പറയുന്നത് സിനിമാ തിയേറ്ററുള്ള AC തിയേറ്ററുള്ള ആൾക്കാർക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുകയും സിനിമ കളിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും സിനിമ തിയേറ്റർ അടച്ചുപൂട്ടിയിട്ടുള്ള ഒരു സമരം മുൻപോട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ തീരുമാനം. ദിലീപിന്റെ പുതിയ സിനിമയായ രാമലീല തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് വിലക്കില്ലെന്നും ഫിയോക് വ്യക്തമാക്കി. അതേസമയം തിയേറ്റർ സുരക്ഷയടക്കം കാര്യങ്ങൾ നിർമ്മാതാക്കൾ ഏറ്റെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതിനിടെ ദിലീപിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർഷിക യോഗം അംഗീകരിച്ചു. നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യോഗം പ്രമേയവും പാസാക്കി. നടിക്കെതിരെ മോശം പരാമർശം നടത്തിയ സജി നന്ദിയാട്ട് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചതായും അവർ അറിയിച്ചു. വെള്ളിയാഴ്ച താരസംഘടന അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗവും നടക്കും. 50% വനിതാ പ്രാതിനിധ്യം, പുനഃസംഘടന തുടങ്ങി നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ അറസ്റ്റ് ഒഴിവാക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ദിലീപിന്റെ ബിനാമി ഭൂമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. ദിലീപ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എറണാകുളം ജില്ലയിൽ മാത്രം കോടികൾ മുടക്കി 35 ഭൂമി ഇടപാടുകൾ നടത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ആരോപണ വിധേയയായ നടിയും മറ്റ് നടന്മാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇടപാടുകളുടെ സമഗ്ര റിപ്പോർട്ട് പീപ്പിളിന് ലഭിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ദിലീപ് പറയുന്നുവെങ്കിലും പോലീസ് ഇത് വിശ്വസിക്കുന്നില്ല. 1.5 കോടിയോളം രൂപ മുടക്കി 3 വർഷമായി നടിയെ ആക്രമണം നടത്താൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ കോടികളുടെ ബിനാമി ഇടപാടുകളാണെന്നും പോലീസ് സംശയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ദിലീപ് നടത്തിയ ബിനാമി ഇടപാടുകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു തുടങ്ങി. എറണാകുളം ജില്ലയിൽ മാത്രം 35 ഭൂമി ഇടപാടുകളാണ് ദിലീപ് നടത്തിയിരിക്കുന്നത്. ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലും ഭൂമി ഇടപാടുകൾ നടന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കിടയിലുള്ള ശത്രുതയാണോ ആക്രമണത്തിന് പിന്നിലെന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലും ദിലീപിന്റെ പേരിൽ കോടികളുടെ ഭൂമി ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ദിലീപിനൊപ്പം ഇടപാടുകൾ നടത്തിയ മറ്റുള്ളവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്.
ഭൂമി ഇടപാടുകളിൽ ഇടനിലനിന്ന കോൺഗ്രസ് MLAയും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ആക്രമണത്തിന് ശേഷം ഈ MLA പൾസർ സുനിയുമായി സംസാരിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചതോടെ ദിലീപുമായുള്ള ഇടപാടുകളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചു വരുന്നു. 2 ദിവസം ഈ ഇടപാടുകളെക്കുറിച്ച് പോലീസ് ദിലീപിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, കൊച്ചിൻ. തിരികെ വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നുവെന്നും ദിലീപ് വാദിച്ചു. ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുന്നതറിഞ്ഞ് 100 കണക്കിന് ആളുകൾ അങ്കമാലി കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. വാനിൽ പോലീസ് വലയത്തിലായി ദിലീപിനെ കോടതിക്ക് മുമ്പിൽ എത്തിച്ചപ്പോൾ ജനം കൂക്കി വിളിച്ച് രോഷപ്രകടനം നടത്തി. ചോദ്യങ്ങൾക്ക് മുന്നിൽ യാതൊരു പ്രതികരണവും നടത്താതെ ദിലീപ് കോടതിയിലേക്ക് നീങ്ങി. തൊട്ടു പിന്നാലെ എത്തിയ ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാറും പ്രതികരണങ്ങൾക്ക് മുതിരാതെ കോടതിയിൽ പ്രവേശിച്ചു. പ്രതിയുടെ അപേക്ഷ പരിഗണിച്ച മജിസ്ട്രേറ്റിന്റെ ചേംബറിലാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. കേസിൽ തുടരന്വേഷണത്തിനും ഗൂഢാലോചനയിലെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് ശേഖരിക്കുന്നതിനും പ്രതിയെ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് അപേക്ഷ നൽകി. ഇത് പരിഗണിച്ച കോടതി 2 ദിവസത്തേക്ക് ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടു. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ മറികടന്നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച പ്രേരണയെക്കുറിച്ച് സൂചനയില്ലെന്നും പ്രതിഭാഗം ഉന്നയിച്ചു. പ്രാഥമിക തെളിവുകൾ പോലും ഇല്ലാതെയാണ് ദിലീപിനെ പ്രതി ചേർത്തത്. ചെറിയ സംശയത്തിന്റെ പേരിലുണ്ടായ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞു. ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചനയിൽ യാതൊരു അന്വേഷണവും പോലീസ് നടത്തിയിട്ടില്ല എന്നും വാദമുയർന്നു. പൾസർ സുനിയും ദിലീപും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്ന പോലീസ് എന്താണ് സംസാരിച്ചതെന്ന് വ്യക്തമാക്കുന്നില്ല. പ്രതിഭാഗം വാദത്തിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പോലീസ് കസ്റ്റഡി അവസാനിച്ച ശേഷം കോടതി വിധി പറയും. അങ്കമാലി കോടതിയിൽ നിന്നും ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. നിർമ്മാതാക്കളുടെ സംഘടനയും ദിലീപിനെ കൈവിട്ടു. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ദിലീപിനെ പുറത്താക്കാൻ തീരുമാനിച്ചു. ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ തീരുമാനം വിനയനാണ് അറിയിച്ചത്. സജി നന്ദ്യാട്ടിന്റെ വിവാദ പരാമർശത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ആരോപണ വിധേയനായ അറസ്റ്റ് ചെയ്യപ്പെട്ട നടനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഞാനൊരു മെമ്പർ മാത്രമാണ്. പ്രസ് മീറ്റ് കാണും അവരുടെ. അദ്ദേഹം നിരപരാധിയാണെന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ കാണുമല്ലോ. അങ്ങനെ അല്ലാതെ മൊത്തത്തിൽ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അതാണ് ജനറൽ ബോഡി പാസ്സാക്കി പുറത്താക്കി എന്നുള്ള പ്രമേയം പാസ്സാക്കി. മെമ്പർ മാത്രമാണ്, ദിലീപ് മെമ്പർ മാത്രം. നടിയെ ആക്രമിച്ച കേസിൽ പ്രമുഖ കോൺഗ്രസ് MLAയിൽ നിന്ന് പ്രത്യേക സംഘം മൊഴിയെടുക്കും. അക്രമം നടന്ന ദിവസം ഈ MLA മറ്റുള്ളവരുടെ ഫോൺ ഉപയോഗിച്ച് നിരന്തരമായി പൾസർ സുനിയെ ബന്ധപ്പെട്ടിരുന്നുവെന്നായിരുന്നു ആരോപണം. നടി ആക്രമിക്കപ്പെട്ട ദിവസം സ്വന്തം ഫോൺ ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ഫോൺ ഉപയോഗിച്ചാണ് സുനിയെ എറണാകുളത്തെ യുവ MLA വിളിച്ചത്. സുനിയുടെ മൊഴിയിലും ഫോണുടമകളുടെ മൊഴിയിലും ഇക്കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ താൻ സുനിയെ വിളിച്ചിട്ടില്ലെന്നാണ് MLAയുടെ നിലപാട്. ഇക്കാര്യം വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനായി IG ദിനേന്ദ്ര കശ്യപിനോട് സംഭവം നേരിട്ട് അന്വേഷിക്കാൻ DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യം സ്ഥിരീകരിച്ചു. എന്നാൽ MLAമാരുടെ പുറത്തുള്ള നടപടിക്ക് താൻ അഭിപ്രായം പറയേണ്ടതില്ലെന്നാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചത്. 140 നിയമസഭാ അംഗങ്ങളുടെയും പുറത്തെയുള്ള പ്രസംഗങ്ങളോ പ്രയോഗങ്ങളോ പരാമർശങ്ങളോ പരിശോധിച്ച് ജഡ്ജിമെന്റ് നടത്താനുള്ള അധികാരമില്ല. ഇല്ലാത്തൊരു അധികാരം പ്രയോഗിക്കാൻ പറ്റില്ല. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുന്ന രീതിയിലാണ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പൾസർ സുനിയെ ദിലീപിന് പരിചയപ്പെടുത്തിയത് താനല്ലെന്ന് മുകേഷ്. കേസുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിട്ടില്ല. ഹാജരാകാനുള്ള നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നും മുകേഷ് വ്യക്തമാക്കി. ഇന്നലെ പറഞ്ഞതല്ലാതെ വേറെ ഒരു കാര്യം എനിക്കറിയാം. ഒന്നുമില്ല. ദിലീപിനെ കേസിൽ കുടുക്കിയത് സ്വയം വരുത്തിവെച്ച 6 പിഴകൾ. പോലീസ് കണ്ടെത്തിയ തെളിവുകളോടൊപ്പം ദിലീപിനെ അറസ്റ്റിലേക്ക് എത്തിച്ചത് അമിതമായ ആത്മവിശ്വാസവും സ്വയം വരുത്തിയ പിഴവുകളുമാണ്. അതീവ ജാഗ്രതയോടെയായിരുന്നു ദിലീപിന്റെ നീക്കങ്ങൾ. എന്നാൽ അറസ്റ്റിലേക്ക് നയിച്ചത് പോലീസ് കണ്ടെത്തിയ 19 തെളിവുകളോടൊപ്പം അമിതമായ ആത്മവിശ്വാസവും സ്വയം വരുത്തിയ പിഴവുകളുമാണ്. സിനിമാ മേഖലയിലെ വിശ്വസ്തരെ പോലും അറിയിക്കാതെയാണ് ദിലീപും സുനിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയത്. പക്ഷേ സ്വയം വരുത്തിവെച്ച വലിയ പിഴവുകൾ ദിലീപിനെ കുടുക്കി. ചോദ്യം ചെയ്യലിനും മുൻപും പിന്നീടും ദിലീപിന് പിഴച്ചു. അങ്ങനെ 6 വലിയ പിഴവുകളാണ് ദിലീപിനെ കുടുക്കിയത്.
പോലീസിന് നൽകിയ ബ്ലാക്ക്മെയിൽ പരാതിയിലാണ് ദിലീപിന് ആദ്യം പിഴച്ചത്. പിന്നീട് 2 കോടി സുനി ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ എവിടെ എങ്ങനെയെന്ന് പറയാനായില്ല. മൂന്നാമതായി ആദ്യം ചോദ്യം ചെയ്യൽ 13 മണിക്കൂർ നീണ്ടിട്ടും ഒരിക്കൽ പോലും ദിലീപ് അതിനെ എതിർത്തില്ല. നിരപരാധിയെങ്കിൽ ദിലീപ് പ്രതിഷേധിക്കുമായിരുന്നു. കൈകൂപ്പി ഉദ്യോഗസ്ഥരോട് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴും ദിലീപ് ഓർത്തില്ല താൻ സ്വയം കുഴി കുഴിക്കുകയാണെന്ന്. അതായിരുന്നു 4ാമത്തെ കാരണം. ബ്ലാക്ക്മെയിൽ കത്തെന്ന് കാണിച്ചതിൽ ഭീഷണിയായിരുന്നില്ല, അത് കൃത്യമായ ബന്ധത്തിന്റെ സൂചനയായിരുന്നു. അത് 5ാം കാരണവുമായി. സുനിയെ അറിയില്ലെന്നുള്ള നിലപാടിൽ ഉറച്ചുനിന്നതും ദിലീപിനെതിരായി. അവസാനം 6ാമത്തെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് സുനിയെ അറിയില്ലെന്നുള്ള നിലപാടിൽ ഉറച്ചുനിന്നതാണ്. അത് ദിലീപിനേറ്റ വലിയ അടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന് മാതൃകയായ ഭരണാധികാരിയാണെന്ന് നടൻ കമൽഹാസൻ. മോദി ഇസ്രായേൽ സന്ദർശനത്തിലെടുത്ത തെറ്റായ നിലപാടിനെ പിണറായി വിജയൻ തുറന്നുകാട്ടിയത് ധീരമായ നടപടിയായിരുന്നു. മികച്ച ഭരണാധികാരി എന്ന നിലയിൽ തന്റെ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നത് രാഷ്ട്രീയം മാത്രമല്ല, രാജ്യത്താകെ ജനക്ഷേമ ഭരണത്തിനുള്ള ബദൽ കൂടി ഉയർത്തിയാണ് പിണറായി മാതൃകയാകുന്നതെന്നും കമൽഹാസൻ അഭിപ്രായപ്പെട്ടു. സംഘപരിവാറിൽ നിന്നും ഇതിലും വലിയ വിപത്തുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. അത് ഇന്നത്തെക്കാളുമൊക്കെ ഭീകരവും ഭയാനകവുമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഡിവൈഎഫ്ഐ നൽകുന്ന നിവേദനം പുറത്തിറക്കുകയായിരുന്നു കമൽഹാസൻ. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാല നിരോധനം നടപ്പാക്കാൻ സാവകാശം ആവശ്യപ്പെട്ടുള്ള അപേക്ഷ കേരളം പിൻവലിച്ചു. കോടതി നേരത്തെ അനുവദിച്ച 3 മാസത്തെ സമയം പൂർത്തിയായ സാഹചര്യത്തിലാണിത്. അരുണാചൽ പ്രദേശിനും കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനും ദൂരപരിധിയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന് വരുമാന നഷ്ടം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ 6 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ചീഫ് ജസ്റ്റിസ് ജെ.എസ്. കെഹാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിൽ ഇളവ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ചത്. കോഴിക്കോട് ചെമ്പനോട് ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയിയുടെ കടബാധ്യത സർക്കാർ തീർക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. ജോയിയുടെ കുടുംബത്തിന് ചക്കിട്ടപ്പാറ സഹകരണ ബാങ്കിൽ 13.16 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. കൂടാതെ മകൾക്ക് വിദ്യാഭ്യാസ വായ്പ എടുത്ത വകയിൽ 3.31 ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട്. ഈ 2 ബാധ്യതകളും തീർക്കാനുള്ള തുക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കും. ഭൂമിയുടെ തർക്കം പരിഹരിച്ച് നികുതി ഈടാക്കുന്നതിന് കോഴിക്കോട് കളക്ടറെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. ഫിസിയോതെറാപ്പി ചികിത്സയ്ക്കിടയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതനായ 12 വയസ്സുകാരന്റെ കൈകാലുകളിലെ എല്ലുകൾ പൊട്ടിയതായി പരാതി. കാസർഗോഡ് അദൂരിലെ അബ്ദുൾ റാഫിക്കാണ് ചികിത്സാ പിഴവിന് ഇരയായത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് റാഫിക്കിനെ ചികിത്സിച്ചത്. മുട്ടുവേദനയെ തുടർന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതനായ അബ്ദുൾ റാഫിക്കിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ശിശുരോഗ വിദഗ്ധൻ കുട്ടിയെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ചികിത്സ നടത്താൻ നിർദ്ദേശിച്ചു. ഈ വിഭാഗത്തിലെ താൽക്കാലിക നിയമനക്കാരായ ജീവനക്കാരാണ് കുട്ടിയെ ഫിസിയോതെറാപ്പിക്ക് വിധേയമാക്കിയത്. വീട്ടിലേക്ക് തിരിച്ചുപോയ കുട്ടിക്ക് വേദന കൂടുകയും കൈകാലുകളിൽ നീര് ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുവന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് എല്ലുകൾ പൊട്ടിയതായി കണ്ടെത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കുഞ്ഞിക്ക് മുട്ടുവേദന അറിഞ്ഞിട്ടും ഞാൻ കൊടുന്നത് അപ്പൊ കാണിച്ചിട്ടാകുമ്പോ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. എക്സസൈസ് ചെയ്തിട്ടാകുമ്പോ ഇങ്ങനെ കാലും കൈയെല്ലാം പൊട്ടിയത്. ഇന്നലെ കൈ വീങ്ങിട്ട് കണ്ടത്, അങ്ങനെ ഇന്ന് കൊണ്ടുവന്നത്. ഇന്നിപ്പോ എക്സ്റേ എടുത്തിട്ടാകുമ്പോ കൈയും പൊട്ടിയിട്ടുണ്ട്. ഉറക്കുന്നേയില്ല പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വന്നതല്ല അത് തെറ്റെന്ന് തന്നെ അവർ പറയുന്നത്. എന്നാൽ ഫിസിയോതെറാപ്പിക്കിടയിൽ എല്ലുകൾ പൊട്ടിയിട്ടില്ലെന്ന വാദമാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. സംഭവം പറഞ്ഞ് സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ടു. തുടർന്ന് എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ ബിജു കുട്ടിയെ സന്ദർശിച്ചു. റാഫിക്കിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകും. പി കരുണാകരൻ എംപിയും റാഫിക്കിനെ സന്ദർശിച്ചു. ആദൂരിലെ ദരിദ്ര കുടുംബമായ വണ്ണാത്തുംപടി അബൂബക്കറിന്റെ മകനാണ് റാഫിക്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ മലയാളി താരങ്ങൾക്ക് സർക്കാർ പാരിതോഷികം നൽകും. സ്വർണ്ണ മെഡൽ നേടിയവർക്ക് 10 ലക്ഷം രൂപയും വെള്ളിക്ക് 7ഉം വെങ്കലത്തിന് 5 ലക്ഷം രൂപയാണ് പാരിതോഷികം നൽകുക. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ഫുട്ബോൾ താരം CK വിനീതിന് ജോലി നൽകാനും സർക്കാർ തീരുമാനിച്ചു.